मैंने अपने गवाही दिए थे। എന്നെ ക്ഷണിച്ച മേഴ്സി ആൻ്റിയോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. मुझे यहाँ पे आमंत्रण करने वाली सिस्टर मर्सी आंटी के लिए भी हम आपको धन्यवाद देते हैं। എൻ്റെ പേര് ഷീജ ഷിബു എന്നാണ്. मेरा नाम शीबा शिजू है। ഷീജ ഷിബു. शीजा शिबू. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷിബു, എൻ്റെ മോള് ഐറിൻ, ഞങ്ങൾ 3 പേരാണ്. സ്തോത്രം. ഞാൻ താക്കുള്ളി ദേവസഭയിലുള്ള ഒരു വിശ്വാസിയാണ്, ചർച്ച് ഓഫ് ഗോഡിലെ ഒരു വിശ്വാസിയാണ്. ആദ്യം മുതൽ മേഴ്സി ആൻ്റി പരിചയപ്പെട്ട പോലെ ജെയിംസ് പാസ്റ്ററും അമ്മാമ്മയും ഞങ്ങളുടെ ഭവനത്തിൽ ഒത്തിരിയും കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ച ഒരു വ്യക്തിയാണ്. സ്തോത്രം. परमेश्वर का दास पास्टर शिबू और उनके परिवार है जो मुझे विश्वास में लेकर आए। मेरा पति शिबू है, मुझे एक बेटी है। ഞാൻ ജനിച്ചു വളർന്ന ഒരു കത്തോലിക്ക സഭയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. एक कैथोलिक परिवार के अंदर मेरा बढ़ना और पैदाइश हुआ। ഞങ്ങൾ 4 പേരാണ്. हम 4 लोग हैं। ഞാൻ ഏറ്റവും ലാസ്റ്റിലെ ആളാണ്. मैं सबसे छोटी हूँ। എൻ്റെ പപ്പ ആണെങ്കിൽ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അന്ന് മുതൽ ഒത്തിരി ഭാരങ്ങളും പ്രയാസത്തിലൂടെ കടന്നു ഒരു വ്യക്തിയാണ് ഞാൻ. मेरे बचपन में ही मेरा पिता गुजर गए थे, उसके कारण काफी तकलीफ परेशानी के साथ मैं बढ़ी। പിന്നെ ജോലിയോട് ബന്ധത്തിലാണ് ഞാൻ ബോംബെയുടെ പ്രദേശത്ത് കടന്നു വരുവാനിടയായി. സ്തോത്രം. नौकरी के संबंध में बॉम्बे शहर में आने के लिए परमेश्वर ने सहायता किया। 98 ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിലും കുടുംബത്തിലെ ചില പ്രതികൂലങ്ങൾ എൻ്റെ ബ്രദർ ഒന്നും സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുവാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. വിവാഹത്തിന് മുമ്പാണ് അത് സംഭവിച്ചത്. 98 में मैंने विश्वास में आए, लेकिन उसमें आगे बढ़ने के लिए पारिवारिक क्षेत्रों में कहीं दुख परेशानी होने के कारण आगे नहीं बढ़ पाई थी। ഞാൻ അതിനുശേഷം 2000 എൻ്റെ വിവാഹം കഴിഞ്ഞു. 2000 में मेरी शादी हो गई. ഞങ്ങൾ ഈ ചർച്ച് ഓഫ് ഗോഡിലെ സഭയിലാണ് പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. मैं चर्च ऑफ गॉड कलीसिया में मैं जाती थी. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അവർ 3 പേരാണ്. ഏറ്റവും മൂത്ത ആളാണ് എൻ്റെ ഹസ്ബൻഡ്. मेरे पति के परिवार में वो लोग 3 लोग हैं, सबसे बड़े मेरे पति हैं. അവർ ബാക്കി 2 സഹോദരന്മാരുണ്ട്. ഇനി എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. വളരെ എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടെങ്കിലും എൻ്റെ മുമ്പേ സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കത്തിലേക്ക് ഞാൻ പറയുവാണ്. मेरा गवाही बहुत बड़ा है, लेकिन टाइम कम होने के कारण बहुत संक्षिप्त रूप में मैं बताना चाहूंगी. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 2003 എനിക്ക് പെട്ടെന്ന് ഫിറ്റ്സിന്റെ പ്രോബ്ലം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ തലകറങ്ങി വീഴുവാൻ ഇടയായി. 2003 में एक फिट के दौरान मैं बेहोश होकर हॉस्पिटल के अंदर गिर गई थी. എൻ്റെ CT സ്കാനൊക്കെ എടുത്തപ്പോഴത്തേക്ക് 3 ക്ലോട്ട് എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു. CT स्कैनिंग लेने पर पता चला है कि मेरे सिर के अंदर 3 ब्लड क्लॉट थे. കുറച്ച് നാൾ ഞാൻ റെസ്റ്റ് എടുത്തുവെങ്കിലും പിന്നെയും ജോലിക്ക് പോകാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. कुछ दिन आराम किया, लेकिन उसके बाद फिर से नौकरी में ज्वाइन होने के लिए परमेश्वर ने सहायता किया. എങ്കിലും അടിക്കടി എനിക്ക് ഫിറ്റ്സ് വന്നുകൊണ്ടേയിരുന്നു. എവിടെ നിന്നാലും അവിടെയൊക്കെ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പലയിടങ്ങളിൽ റോഡിലാണെങ്കിൽ അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഫിറ്റ്സും തലകറക്കത്തിൻ്റെ പ്രയാസത്താൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. और कभी भी ये फिट आते थे, कहीं नौकरी के दौरान, कभी यात्रा करने के द्वारा, कभी भी ये बीमारी मेरे ऊपर हावी हो जाते थे. 2007 പിന്നെ എനിക്ക് ഈ ഫിറ്റ്സിന്റെ പ്രോബ്ലം ഇത് അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഡോക്ടർമാർ മെഡിസിനൊക്കെ തന്നുവെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ടായിരുന്നു, ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും 2007 എനിക്ക് പെട്ടെന്ന് പാരലൈസിസ് വരുവാനിടയായി. 2007 तक मुझे कई बार ये फिट का परेशानी आ गया, लेकिन 2007 में मुझे लकवा का परेशानी आ गया. ഞാൻ ഭവനത്തിലാണ് ബോധം കെട്ട് വീണു. പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്ത അവിടെ തന്നെ എന്നെ കൊണ്ടുപോയി. അപ്പോഴാണെങ്കിൽ ദിവസം 3-4 പ്രാവശ്യം ഇങ്ങനെ ഫിറ്റ്സ് ഒക്കെ കടന്നു വരുവാനിടയായി. ഡോക്ടർമാർക്ക് അത് മനസ്സിലാവുന്നില്ലായിരുന്നു എന്താണെന്ന്. लकवा का जो अटैक है मुझे अपने घर के अंदर ही हुआ था. जल्दी से हॉस्पिटल में लेकर गए, लेकिन कई तकलीफ उसके बाद ट्रीटमेंट ज़्यादा कामयाब नहीं हो पा रहे थे. അവിടുന്ന് ഡോംബോലിയിൽ നിന്ന് താനേൽ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ആക്കി. സ്തോത്രം. उसके बाद दूसरे एक हॉस्पिटल की ओर मुझे शिफ्ट किया गया. ഞാൻ കോമയിൽ പോയി. 3 ദിവസം ഞാൻ കോമയിലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു അവസരമായിരുന്നു. 3 दिन तक मैं कोमा में रही और डॉक्टर्स ने कहा इनका बचने का कोई उम्मीद नहीं है. എന്നാൽ ഒരു ദേവദാസൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് വിളിച്ച് എനിക്ക് പ്രാർത്ഥിച്ചു പറഞ്ഞു ഇവള് മരിക്കുകയില്ല, ഇവള് വിദേശത്തൊക്കെ കടന്നു പോകേണ്ട വ്യക്തിയാണെന്ന് പറഞ്ഞു. എങ്കിലും ആ സമയത്ത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. परमेश्वर का दास के अल्लाह की ओर से एक बार एक ऐसा भविष्यवाणी किया है कि ये ऐसा मरेगी नहीं, बल्कि वो जीवित रहेगी, कई क्षेत्रों में जाकर परमेश्वर की गवाही देगी. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാണ് എൻ്റെ ജീവിതത്തിൽ വന്നതെല്ലാം നന്മയ്ക്കായിട്ട് മാത്രമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. मैं इस बात को कह सकती हूँ, मेरा जिंदगी में जो कुछ भी हुआ परमेश्वर के नाम का महिमा का कारण हुआ. കഷ്ടത്തിലായത് എനിക്ക് ഗുണമായെന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു.
तकलीफ में पड़ना कभी भी मुश्किल का कारण रहा, परेशानी का कारण रहा, मैं नहीं कह सकती, क्योंकि वो सब मेरे लिए भलाई उत्पन्न किए हैं। കാരണം എൻ്റെ കുടുംബജീവിതത്തിൽ അല്പാൽപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. मेरे पारिवारिक जीवन में भी कुछ छोटे छोटे परेशानियां आते എൻ്റെ रहे। ഹസ്ബൻഡിനാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതും മദ്യപാനത്തിനും തമ്പാക്കിന്റെ ഒക്കെ പ്രയാസം ഉണ്ടായിരുന്നു. मेरे पति सिगरेट पीना, दारू पीना, ऐसे छोटे छोटे बुरी आदतें उनके जीवन में भी थे। ഭയങ്കര കോപമായിരുന്നു. बहुत ज्यादा गुस्सेले थे। എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി യാവരിക്കുന്നുള്ള വചനപ്രകാരം परमेश्वर की ओर से बुलाए गए भक्तों के जीवन में हर बात भलाई को उत्पन्न करता है, जैसा वचन में लिखा गया है। എൻ്റെ ജീവിതത്തിൽ രോഗം വന്നത് मेरे जीवन में जो बीमारी आए, ഹസ്ബൻഡിന് രൂപാന്തരമായി തീരുവാൻ ദൈവം സഹായിച്ചു. मेरे पति के जीवन में बहुत बड़ा एक बदलाव का कारण रहा। അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായം മൂലം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. जब हॉस्पिटल में डिस्चार्ज होकर मैं घर में आई, मैं ऐसा हालत में नहीं थी कि कोई भी काम कर पाए। എൻ്റെ പെടലിയൊക്കെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെ നിർത്തിയാൽ മാത്രം ഞാൻ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. मेरे पति और मेरे माँ मिलकर मुझे बैठने में मेरी सहायता करना पड़ता था, मैं अकेले बैठ नहीं पाती थी। 3 മാസം ഫിസിയോതെറാപ്പി ചെയ്തു. 3 महीने तक फिजियोथेरेपी चलता रहा। അതിനുശേഷം ഞാൻ കുറച്ചും നടക്കാൻ തുടങ്ങി. उसके बाद थोड़े थोड़े मैं चलने लगी। എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നിന്നു പോയിട്ടില്ലായിരുന്നു. उसके बावजूद भी मेरे जिंदगी के प्रतिकूल परिस्थितियां कम नहीं हुए थे। അനവധി തീച്ചുളയുടെ അവസ്ഥ കടന്നു വന്നപ്പോഴോ അല്ലെങ്കിൽ ഓരോ ദിവസം എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴോ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരികയായിരുന്നു. സ്തോത്രം. आग के अवस्थाओं से होकर गुजरना पड़ा, लेकिन उन परिस्थितियों में भी परमेश्वर से और प्यार करने के लिए और उनके साथ बने रहने के लिए परमेश्वर मेरी सहायता की। എന്നാൽ എൻ്റെ ഭാരങ്ങളൊന്നും ഞാൻ മനുഷ്യരോട് ഷെയർ ചെയ്യില്ലായിരുന്നു, മനുഷ്യരോട് ഞാൻ പറയത്തില്ലായിരുന്നു. मैं कभी भी अपने तकलीफ परेशानियां इंसानों के साथ मैं कभी बताती नहीं थी। ഒരു ഹന്ന എങ്ങനെ ഹൃദയം ദൈവസന്നിധി പകർന്നതുപോലെ ഞാൻ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥയായിരുന്നു. സ്തോത്രം. जैसा हन्ना परमेश्वर की उपस्थिति में बैठकर अपने आंसू बहाते थे, उसी तरह मैं अपने परमेश्वर के चरणों में समय बिताती थी। അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2009 എനിക്ക് യൂട്രസിൻ്റെതായ പ്രോബ്ലം കടന്നു വന്നു. 2009 में उसके बाद मेरे गर्भपात्र के अंदर परेशानी आई। ബ്ലീഡിംഗ് ഉണ്ടായി. उसके बाद ब्लीडिंग चालू हो गया। 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. जब उसका टेस्टिंग हुआ तब पता चला कि कैंसर है। അത് റിമൂവ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. उसके बाद उसको निकाला गया, എന്ന് വെച്ചാൽ ഫിറ്റ്സ് ഉള്ള കാരണം ഡോക്ടർമാർക്ക് വളരെ ഭയമായിരുന്നു. क्योंकि फिट्स होने के कारण डॉक्टर्स बड़े डर के साथ उस बात को हैंडल कर रहे थे। അനേകം ദൈവമക്കളും താക്കുല ദേവസഭ എന്ന് പറഞ്ഞാൽ എനിക്ക് 21 ദിവസം ഉപവാസം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ദേവസഭയാണ്. എവിടെ പോയാലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദേവസഭയാണ് താക്കുല ദേവസഭ. लेकिन ये परमेश्वर का दास और उनका जो कलीसिया है, मैं कभी भूल नहीं सकती। वो 21 दिन उपवास के साथ रहकर मेरे लिए वो कलीसिया प्रार्थना किया, इसलिए जिंदगी में कभी भी मैं उस कलीसिया को भूल नहीं सकती। പിന്നീട് ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് നോർമൽ ആയി തീർന്നു. സ്തോത്രം. उसके बाद जो टेस्टिंग हुआ था उसमें सब कुछ नॉर्मल आए। അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. उसके बाद मेरे पति के जीवन में एक एक्सीडेंट का सामना करना पड़ा। റെയിൽവേ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് റെയിൽവേയിൽ വീഴുവാനിടയായി. जब नौकरी में जा रहे थे उस समय वो एक्सीडेंट हुआ। പിന്നെ കൈ ഇങ്ങനെ 3ആയിട്ട് ഒടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. उनका हाथ 3 भागों में टुकड़े में फ्रैक्चर हो गए थे और उसके कारण ऑपरेशन करना पड़ा। അപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് മാനുഷികരം ഒന്നും ഇല്ലായിരുന്നു. സ്തോത്രം. उस समय मानुषिक तौर से कोई भी सहायता करने के लिए नहीं थे। അദൃശ്യകരം അല്ലാതെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. സ്തോത്രം. जो परमेश्वर का जो अदृश्य हाथ है उसके अलावा कोई भी हमारी मदद के लिए नहीं थे। അന്ന് തീരെ ചെറുതായിരുന്നു. उस समय मेरी बेटी बहुत छोटी थी। അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കാലിൻ്റെ അടിയിൽ മൊത്തം തൊലി ഉരിഞ്ഞു പോകാനും എനിക്ക് ഭയങ്കര 8 മാസക്കാലം ഞാൻ ഉറങ്ങാതെ ഇരുന്നു. उसी दौरान मेरे पाँव के जो चमड़ी है वो उतर कर छीलने लगे थे और 3 महीने उसके कारण मैं परेशान रही। രാവും പകലും ഞാൻ ഉറങ്ങാത്ത ഒരു അവസ്ഥയായിരുന്നു. मैं दिन रात सो नहीं पाती थी, उतना परेशानी से होकर गुजरना पड़ा। അതിന് 8 മാസം ഞാൻ കണ്ടിന്യൂ ഇഞ്ചക്ഷൻ എടുത്തു. उसके लिए मैंने 8 महीना इंजेक्शन लिया। അതിനുശേഷം എനിക്ക് അതിന് മാറ്റം തന്നു. സ്തോത്രം. അങ്ങനെ उसके बाद धीरे धीरे वो ठीक होने लगे। 2013 ആയപ്പോൾ ഹസ്ബൻഡിന് ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങളും ദുബായിയുടെ പ്രദേശത്ത് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ദുബായിയുടെ പ്രദേശം. हाँ, उसके बाद दुबई गल्फ एरिया में जाने के लिए परमेश्वर ने सहायता किया। അവിടെ വെച്ച് 2013 ഞങ്ങൾ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. वहां पे 2013 में मैंने बपतिस्मा लिया। അങ്ങനെ 2014 എനിക്ക് പിന്നെ ഒരു രോഗം കടന്നു വരാനിടയായി. സ്തോത്രം. उसके बाद 2014 में फिर से एक दूसरा बीमारी मुझे घेर लिया। എന്ത് കഴിച്ചാലും ഇങ്ങനെ സർദിലിന്റെ ഒരു അവസ്ഥയായിരുന്നു. कुछ भी खाने से उल्टी हो जाते थे।
വെള്ളം കുടിച്ചാൽ ഒരു ചോക്ലേറ്റിന്റെ ഒരു വെള്ളം അല്പം പോലും ഉള്ളിൽ ചെന്നാൽ അങ്ങനെ ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. पानी के एक बूंद भी अंदर जाते तो मैं उल्टी कर देती थी. അതെ, 2014 തന്നെ ഒരു ദേവദാസൻ ഇങ്ങനെ ദേശത്തുനിന്ന് കടന്നു വരാൻ ദൈവം സഹായിച്ചു. 2014 में एक परमेश्वर का दास हमारे परिवार में आए. കടന്നു വന്നതല്ല, ആക്ച്വലി वो हमारे लिए नहीं आए थे. ബൈ ചാൻസ് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവസന്നിധി 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു. ऐसे असाधारण तौर से हमारे परिवार में आए और हमें देखने के बाद हमारे परेशानी को देखकर उन्होंने कहा 3 दिन आप उपवास के साथ प्रार्थना करें. ऐसे पति के साथ में 3 दिन उपवास और प्रार्थना किए. इसलिए परमेश्वर के दास ने एक बात कहा, और ये 3 दिन के अंदर फिट खत्म नहीं होंगे. नहीं हुआ तो फिर कभी भी नहीं हो जाएगा. ये 3 दिन के अंदर अगर आपको छुटकारा नहीं मिला तो जिंदगी भर आपको इसको सामना करना पड़ेगा. कभी भी ठीक नहीं. मेरे अंदर बहुत इच्छा था कि ये फिट्स में से मुझे एक पूर्ण तरह से आजादी मिल जाए. ഹസ്ബൻഡ് ജോലിക്ക് കടന്നു പോകുമ്പോൾ ഓഫീസ് താഴെ ഞങ്ങൾ മേളിലായിരുമ്പോൾ എന്നെ പൂട്ടിയിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അത്ര ഫിറ്റ്സിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. जब पति नौकरी में जाते थे उस समय मुझे घर के अंदर ताला लगाकर उसके अंदर डाल के जाते थे, क्योंकि फिट कभी भी आ जाते थे. പലപ്പോഴും കടന്നു വന്ന് തുറന്നു നോക്കുമ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ ഓൺ ആക്കി അതിന്റെ പുറത്ത് വീഴുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് പല സമയങ്ങളിലും. कई बार मेरे पति नौकरी से वापस घर आते समय गैस ओपन रहता है, कभी उसके ऊपर गिरे पड़े हुए दिखते थे. കർത്താവ് എന്നെ ജീവനെ പരിപാലിച്ചിത്രത്തോളം നിലനിർത്തിയെന്നല്ലാതെ എനിക്കൊന്നും പറയുവാനായിട്ടില്ല. परमेश्वर ने मेरे जिंदगी का जान की सुरक्षा की है, उसके अलावा मुझे कहने के लिए कुछ भी नहीं है. ദേവദാസൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഉപവാസിക്കാൻ ആഗ്രഹിച്ചു. परमेश्वर के दास के कहे अनुसार हम लोगों ने उपवास लेना चाहा. 3 ദിവസം ഞങ്ങൾ ഉപവസിക്കാൻ തീരുമാനിച്ചു. 3 दिन हम लोग उपवास लिए. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ആഗ്രഹം തോന്നി. ഞങ്ങളുടെ ജീവിതത്തിൽ ചില ഇടിഞ്ഞു കിടക്കുന്ന മേഖലകൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിപ്പാൻ ദൈവം സഹായിച്ചു. पहले दिन में ही हमारे पारिवारिक जीवन में कुछ ऐसे वेदियां थे जो टूटे पड़े थे, उसको ठीक करने के लिए हम लोग समर्पित हो गए. വചനപ്രകാരം ഇടിഞ്ഞെടുക്കുന്ന യാഗപീഠങ്ങൾ പണിതാൽ മാത്രമേ ഹല്ലേലൂയ ദൈവം പ്രസാദിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഇടിഞ്ഞുകിടുന്ന മേഖലകളൊക്കെയും തമ്മിൽ ഏറ്റുപറയേണ്ടതും ദൈവത്തോട് പറയേണ്ടതൊക്കെയും പറഞ്ഞു ഞങ്ങൾ നിരപരാധിപ്പാൻ ദൈവം സഹായിച്ചു. हमारे जिंदगी के आत्मिक क्षेत्रों में, पारिवारिक क्षेत्रों में जो वेदियां टूटे पड़े थे, सबसे पहले उसको ठीक करने के लिए हम एक दूसरे से माफी मांगकर उन बातों को ठीक करने के लिए हमने समय निकाले. രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് തന്നെ എനിക്ക് ഫിറ്റ്സ് പൂർണ്ണമായി മാറുവാൻ ദൈവം സഹായിച്ചു. दूसरे दिन में ही परमेश्वर के आशीष के द्वारा मेरे फिट में से एक अद्भुत छुटकारा मैंने प्राप्त किया. ഒരു അന്ന് ഉച്ചയ്ക്ക് വലിയ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഞാൻ സഹായിച്ചു. एक असाधारण परमेश्वर का सामर्थ्य मैंने अनुभव किया. ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ ഒരു കറുത്ത രൂപം ഇങ്ങനെ പോകുന്നതായിട്ട് എന്റെ കണ്ണാൽ കണ്ട ആത്മീയ കണ്ണുകൊണ്ട് ഞാൻ കാണുവാൻ ദൈവം സഹായിച്ചു. मैंने अपने आत्मिक आंखों से देखा मेरे अंदर से कुछ काला रूप है जो छोड़कर जाते हुए. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് ഫിറ്റ്സിന്റേതായ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. उस दिन से आज तक मुझे वो फिट का बीमारी नहीं हुआ. എനിക്ക് ബിപിയുടെയും ഹാർട്ടിന്റേതായ പ്രോബ്ലം ഉണ്ട്. मुझे बीपी और हार्ट का परेशानी है. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സർജറി ഞാൻ പറഞ്ഞല്ലോ വന്നിട്ട് അങ്ങനെ 80 കിലോ ആയ ഞാൻ തുടർന്ന് ഓരോ ദിവസം ഇങ്ങനെ കുറഞ്ഞു 25 കിലോ ആയി തീരുവാൻ ദൈവം ഇടയാക്കി. എങ്കിലും അതിന്റെ നടുവിലും ഞാൻ ആരാധനയൊന്നും മുടക്കാതെ പ്രാർത്ഥന മുടക്കാതെ എൻ്റെ പ്രതികൂല സമയങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ പല പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനൊക്കെ എൻ്റെ ദൈവം സഹായിച്ചു. എൻ്റെ ദൈവത്തിന്റെ കൃപ അനേകരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പായി സാക്ഷിയായിരിക്കാൻ കഴിഞ്ഞത്. സ്തോത്രം. मैं 80 किलो की थी, आज 25 किलो हो गया, लेकिन इस दौरान मेरे शरीर में जो कुछ भी तकलीफ हुआ उन परिस्थितियों में भी परमेश्वर के साथ बने रहने के लिए, लगे रहने के लिए, प्रार्थना में बने रहने के लिए परमेश्वर की आत्मा ने मेरी सहायता की. ഞാൻ അതേപ്പറ്റി വിശദീകരിക്കുന്നില്ല. എനിക്ക് യൂറിനും മോഷനും ഒന്നും പോകത്തില്ലായിരുന്നു. ട്രിപ്പൊക്കെ ഇട്ടാൽ മാത്രമേ യൂറിനും മോഷനും പോകത്തുള്ളായിരുന്നു. मुझे मेरे पेट साफ नहीं होते थे, उसके लिए मुझे ड्रिप बार बार चढ़ाना पड़ता था. ऐसे काफी संघर्ष से होकर गुजरे. കോവിഡ് സമയത്ത് എന്റെ ശബ്ദം കംപ്ലീറ്റ് പോവാനിടയായി. कोविड के दौरान मेरे आवाज पूरी तरह से चले गए थे. അങ്ങനെ ഒരാഴ്ച അങ്ങനെ പോയി. ഒരാഴ്ചക്ക് ശേഷം ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ദൈവം ഇടയാക്കി. एक हफ्ता तक मैं ऐसे ही रही, लेकिन एक हफ्ते के बाद परमेश्वर की आवाज मुझे सुनाई दिया. പറഞ്ഞു നീ വചനം ഷെയർ ചെയ്യാൻ പറഞ്ഞു. परमेश्वर ने कहा मेरे वचन को तो बांटना चालू कर. ഞാൻ ദൈവത്തോട് ചോദിച്ചു എങ്ങനെ ശബ്ദമില്ലാതെ എങ്ങനെ പറയും. मैंने परमेश्वर से पूछा प्रभु मेरी आवाज नहीं है तो मैं कैसे तेरे वचन को बांट सकती हूँ. പെട്ടെന്ന് ദൈവം
പറഞ്ഞു നീ വായോട് ചേർത്ത് വോയിസ് മെസ്സേജ് വിട്ട് അങ്ങനെ അനേർക്ക് ഞാൻ വചനം ഷെയർ ചെയ്യുവാനിടയായി. मैंने मोबाइल को अपने मुंह पास पकड़कर वॉइस मैसेज बनाकर मैंने बहुत लोगों को शेयर करना चालू किया. 1.5 മാസത്തിന് ശേഷം എന്റെ ശബ്ദം പൂർണ്ണമായിട്ട് ദൈവം എന്നെ തന്നു. 1.5 महीने के बाद परमेश्वर ने मेरी आवाज को पूरी तरह से लौटा कर दिया. വചനത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് എനിക്ക് വിടുതൽ പ്രാപിച്ചത്. അതോടൊപ്പം തന്നെ 20 വർഷമായിട്ട് എന്റെ തൊണ്ടയ്ക്ക് ഒരു മുഴ ഉണ്ടായിരുന്നു. അത് അപ്രശിതമാവാൻ ദൈവം സഹായിച്ചു. इस वचन के द्वारा बोलते हुए ही मेरा शब्द वापस लौटा कर परमेश्वर ने चंगाई दिया. और 20 साल में मेरे थ्रोट में एक गठन था, उसमें से भी परमेश्वर ने मुझे छुटकारा दिया. എന്റെ കാലിന്റെ അടിയിലാണെങ്കിൽ മൊത്തം കരിനീലിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. मेरे पाँव के तले जो है बहुत सारे ऐसे कालापन था, बहुत परेशानी था, उसमें से भी അനേകർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ബിൽഡിംഗ് ഇതേ അവസ്ഥയിൽ ഒരാൾ കാല് പൊട്ടി മരിക്കുവാനൊക്കെ ഇടയായി. അവരെല്ലാവരും എന്നെ പേടിപ്പിച്ചു. എങ്കിലും ഞാൻ ഭയന്നില്ല, കാരണം ഞാൻ കർത്താവിന്റെ ഉള്ളം കരങ്ങളിലാണ്. ഹല്ലേലൂയ സ്തോത്രം. हमारे बिल्डिंग में रहने वाले उस बात को देखने के बाद कहे कि हमारे बिल्डिंग में इससे पहले ऐसे एक थे कि वो धीरे धीरे पाँव फटे और जिंदगी उनका मृत्यु की ओर चले गए करके डराने की कोशिश किया, लेकिन मैं डरी नहीं क्योंकि परमेश्वर की आत्मा मेरी सहायता किया. ഡോക്ടർമാർ പറഞ്ഞു അത് കാല് മുറിക്കേണ്ടി വരുമെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു എന്റെ കർത്താവ് തന്ന അഭയമാണ്, ഞാൻ മുറിക്കത്തില്ല എന്ന് പറഞ്ഞു. डॉक्टर्स ने कहा कि तुम्हारा पाँव काटना पड़ेगा, लेकिन मैंने कहा मेरा परमेश्वर ने मुझे दिया है, वो काटने का जरूरत नहीं पड़ेगा. ഈ ജനുവരി ആയപ്പോഴത്തേക്ക് എന്റെ കാലിന്റെ അസ്വസ്ഥതയൊക്കെ പോവാനിടയായി. उसके अगले जनवरी में मेरे पैर के सारे परेशानी जाने. ട്രീറ്റ്മെന്റ് പോലും എടുത്തില്ല. उसके लिए मैंने कोई ट्रीटमेंट नहीं लिया. അങ്ങനെ കഴിഞ്ഞ 2022 സെപ്റ്റംബർ 1-ാം തീയതിയാണ് എന്റെ ഛർദിൽ ദൈവം മാറ്റി തരുവാനിടയായി. സ്തോത്രം. 2022 सितंबर में परमेश्वर ने मेरी पूरी तरह से मुझे उसमें से चंगाई दिया. ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തതല്ല. സ്തോത്രം. എവിടെ ചെന്നാലും ഡോക്ടർമാർ പറഞ്ഞത് ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. कहीं पे भी जाओ डॉक्टर्स इस बात का सजेशन देते थे कि कैंसर का टेस्ट करें. എങ്കിലും ഞാൻ ചെയ്തില്ല. അതിന്റെ ഇടയ്ക്ക് എന്റെ മോക്ക് ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ വളരെ പ്രതികൂലങ്ങളും പ്രയാസത്തിലൂടെ കടന്നുപോയെങ്കിലോ ഇത്രത്തോളം ദൈവം സഹായിച്ചു. അല്ലാതെ എനിക്കൊന്നും പറയാനായിട്ടില്ല. സ്തോത്രം. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഭൗതികമായ മാനുഷ്യമായിട്ട് നോക്കിയാൽ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഞാൻ ഒട്ടും പിന്മാറാതെ എൻ്റെ യേശുപ്പച്ചനെ ചേർന്ന് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. मेरे बेटी उसके जीवन में बहुत परेशानी आए हैं, बताने के लिए बहुत कुछ बात है मेरे जिंदगी में. समय कम होने के कारण मैं यहाँ पे समाप्त करना चाहूंगी. सिर्फ परमेश्वर की कृपा है आज मैं खड़ी हूँ. मेरे जीवन में आर्थिक क्षेत्रों में, शारीरिक क्षेत्रों में, मानसिक क्षेत्रों में, सभी क्षेत्रों में संघर्ष का सामना कर रही हूँ, लेकिन परमेश्वर ने मुझे संभाला है. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. मुझे सुनने वाले परमेश्वर के प्रियजनों से मैं एकमात्र बात कहना चाहूंगी. നമ്മുടെ പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മൾ പകച്ചു നിൽക്കണം. നമ്മൾ നോക്കുന്നത് എവിടെ? വിശ്വാസനായനും പൂർത്തീകരണ യേശുവിനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ടത് ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കരം നമ്മൾ പിടിച്ചിട്ടുണ്ട്. തീച്ചൂള നമ്മളെ ഒന്നും മൂടത്തില്ല. ഹല്ലേലൂയ. ആ തീയുടെ ബലത്തെ കെടുത്തുന്ന കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. സ്തോത്രം. आज मैं अपने अनुभव से आप लोगों को विश्वास में और बढ़ाने के लिए मैं कहना चाहूंगी, जिंदगी में कोई भी परेशानी आ जाए, आपको सामर्थ्य देने वाले, शक्ति देने वाले, आग की अवस्था से होकर गुजरना पड़े, लेकिन खुदा पर भरोसा रखिए. वो आपको कभी छोड़ने वाला परमेश्वर नहीं है. वो आपको ले चलेंगे. परमेश्वर आपको आशीषित करे. സമയം പോകേണ്ട ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന മേഴ്സി ആൻഡോടുള്ള ദൈവനാമത്തെ അറിയിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാ ദേവദാസന്മാരോട് ദൈവമക്കളോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രതികൂലം കണ്ട് നമ്മൾ ആരും പകയ്ക്കേണ്ട എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയാണ്. സ്തോത്രം. എല്ലാവരുടെയും കൂട്ടം എനിക്ക് ഇപ്പോഴും ശരിക്കും ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും കൃപയാൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ 4 മാസം മുമ്പ് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനിടയായി. ഇനി നീ ഒരു മരുന്നും കഴിക്കേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ കൃപ മതിയെന്ന്. അങ്ങനെ ആ കൃപയ്ക്കുള്ളിൽ മാത്രമാണ് ഞാൻ 4 മാസത്തിന് ശേഷം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഛർദിലിൻ്റെ പ്രയാസം. കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മൊത്തം എനിക്ക് ഛർദിലായിരുന്നു. ഞാൻ ഒരു മെഡിസിൻ പോലും എടുക്കാൻ ഇടയാക്കില്ല. കഴിഞ്ഞ 3 ദിവസം ഞാൻ കംപ്ലീറ്റ് ഉപവസിപ്പാനും എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഒത്തിരി പ്രോബ്ലങ്ങൾ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്, മോളും വന്നിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയും പ്രോബ്ലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയും, ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ എൻ്റെ യേശുപ്പച്ചനോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. ഞാൻ ജീവിക്കുന്നെങ്കിലും മരിക്കുന്നത് എൻ്റെ ക്രിസ്തുവിന് മാത്രമെന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനായിട്ടിടെ നീ മരിക്കല്ല, ജീവനോട് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് ദൈവം പറയാനിടയാക്കി. അതുകൊണ്ടാണ് ഇന്ന് ജീവനുള്ള സാക്ഷിയായി നിൽപ്പാൻ
നിൽക്കണം. ദൈവം എന്നെ സഹായിച്ചു. വളരെ ഒത്തിരി ഉണ്ട് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞാൻ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ നിർത്തിയാണ്. ഒരിക്കൽ കൂടി ദൈവനാമത്തെ നന്ദി സ്നേഹം എല്ലാവരോടും അറിയിക്കുന്നു. സ്തോത്രം. मुझे ऐसे समय दिए हुए मसीह आंटी और उनके टीम के लिए धन्यवाद देते हैं। पिछले दिन भी कई दिन उल्टी के कारण में परेशान है, जिंदगी में बहुत परेशानी है, लेकिन परमेश्वर को उपस्थिति में रहकर सामर्थ को प्राप्त कर जीना मेरे लिए मसीह है। इस बात का दृढ़ निश्चय के साथ मैं आगे बढ़ना चाहूंगी। फिर से आप सबको धन्यवाद देकर मैं अपने शब्द को समाप्त करूंगी. Praise the Lord. Hallelujah. Hallelujah. ഈ കർത്താവിൻ്റെ ദാസിയുടെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ സ്റ്റേജിലോട്ടൊന്ന് കയറി വരാമോ? ये परमेश्वर का दासी का जो पति है, क्या आप स्टेज में आ सकते हैं? प्लीज आप आगे आइएगा, स्टेज में आइए. പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ കിട്ടിയ ഒരു മകൾ, അവളുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ടു വളർന്നു കാണും. ഈ ഒരു പ്രായത്തിൽ, ഈ ചെറുപ്രായത്തിൽ തന്നെ അവളുടെ അമ്മ കടന്നുപോയ പാതകളും വിശ്വാസത്തോടുകൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തതായ ദൈവികമായ വിടുതലുകളും കാണുവാൻ കഴിഞ്ഞ ഒരു തലമുറ. ऐसे एक बेटी, ऐसे एक पीढ़ी है जो माँ के सारे दुख और दर्द को देखा उसने, और प्रार्थना कर कर माँ ने कैसे विजय को प्राप्त किया, उस बात को देखकर बढ़ने वाली एक पीढ़ी है जो सामने खड़ी है. തൻ്റെ പ്രിയപ്പെട്ടവളുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ ഒരു പ്രിയപ്പെട്ടവന്റെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ ദൈവമിടയാക്കി. अपने पत्नी के दर्द और परेशानी की अवस्थाएं एक जीवन साथी को परमेश्वर की ओर चलने के लिए परमेश्वर की आत्मा ने सहायता किया. നമുക്കൊന്നും കൊടുക്കുവാനില്ല. हमको प्रशंसा करने के लिए कुछ भी नहीं है, നന്ദി അർപ്പിക്കാം. हम बधाई देने के लिए कुछ भी नहीं है, लेकिन परमेश्वर के कृपा के लिए धन्यवाद देते रहे. കർത്താവിന്റെ അഭിഷക്തൻ പാസ്റ്റർ ഷിബു അവർ മുൻപോട്ട് കടന്നു വന്ന് ഈ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചു. परमेश्वर का दास पास्टर शिबू, आप आगे आकर प्रार्थना करें. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാത്സല്യ കുടുംബത്തിന് വേണ്ടി, ഈ ഭവനത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുവാനിടെ ഹല്ലേലൂയ. ദൈവകൃപയുള്ള ദൈവമക്കൾക്ക് എവിടെ ഈ സാക്ഷ്യത്തിനു മുമ്പിൽ അനങ്ങാതിരിപ്പാൻ കഴിയില്ല. ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കരങ്ങളും ഒന്ന് ഉയർന്നട്ടെ, എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങുന്ന പകൽക്കാലമായി മാറട്ടെ. ദൈവാത്മാവരെ തൊടുന്ന പകൽക്കാലമായി മാറട്ടെ. നാളിതുവരെ പിന്തുടർന്ന സകല പ്രതികൂലങ്ങളും ഇന്ന് പകൽക്കാലം വഴിമാറുന്ന ആമയുടെ ജീവിതത്തിൽ നിന്ന് അടഞ്ഞു കിടക്കുന്ന ഇരുളിന്റെ ശക്തികൾ നീങ്ങിപ്പോകുന്ന പകലായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിബാലബ ശൈരബലബബ അർത്ഥനരഗദന വൗഡബലബബ ജഗദനദരനി ദിഗമനബലബ ശൈരിബിഗമന ധുരാലഗക്ഷസി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരവും വിലയേറിയതുമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ വാത്സല്യ കുടുംബത്തിനായി അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്നിൻ്റെ മകളിലൂടെ കേട്ട സാക്ഷ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ നാളുകളിൽ താൻ നേരിട്ട പ്രതികൂലങ്ങൾ, താൻ കടന്നുപോയ അനുഭവങ്ങൾ കർത്താവേ മറ്റൊരാൾക്കും അതിനെ തിരുത്തുവാൻ കഴിയുകയില്ല എന്നെ അപ്പൻ്റെ കരം ഓരോ പ്രതിസന്ധിയുടെ നടുവിലും, ഓരോ പ്രതികൂലങ്ങളുടെ നടുവിലും കൂടിരുന്ന നിന്റെ മക്കളെ നീ പരിപാലിച്ചു കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുവാൻ ദൈവം മുൻപേ കണ്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവമേ കർത്താവേ, നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാമായിരുന്നു. പക്ഷേ ചെമ്പൂരിന്റെ പ്രദേശത്ത് കർത്താവെ ഇങ്ങനൊരു സ്റ്റേജ് ഒരുക്കപ്പെടാൻ പോകുന്നുണ്ട്, ഇങ്ങനൊരു മീറ്റിംഗ് ഒരുക്കപ്പെടാൻ പോകുന്നുണ്ട്. ആ മീറ്റിംഗിന്റെ നടുവിൽ നീ ഒരു സാക്ഷ്യമായി തീരുമെന്ന് സ്വർഗം എഴുതി വെച്ച പ്രമാണത്തിനായി സ്തുതിക്കുമ്പോ നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. സകല പ്രതിബന്ധങ്ങളും മാറി, പ്രതികൂലങ്ങളും മാറി, ബന്ധനങ്ങൾ മാറി, ശോധനകൾ